എല്ലാവർക്കും നന്ദിക്കാരൻ്റെ ഈദ് ആശംസകൾ. അപ്പോൾ ഈദ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈദ് ആഘോഷിച്ചത് ദുബായിൽ നിന്നാണ്. നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ ഒന്നിച്ചുള്ള ഈദ് ആഘോഷമായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അവിടെ പോയി സ്റ്റേ ചെയ്തിരുന്നു. അങ്ങനെ ഈദ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വിട്ടത് DIPയിലേക്കാണ്. DIPയിൽ നമ്മളെ പഴയ കൂട്ടുകാരനെ കണ്ടിട്ടുള്ള പോക്കാണ്. അല്ല നമ്മളെ പഴയ അങ്ങനെ അവിടുന്ന് ആ കൂട്ടുകാരനോട് ബൈ പറഞ്ഞു നമ്മൾ നേരെ പോയത് DIP. അങ്ങനെ ഉച്ചക്ക് നമുക്ക് കഴിക്കാനുള്ള ബിരിയാണി നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ബിരിയാണി കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഒരു നല്ലൊരു പാർക്കിംഗ് ഏരിയയും അതുപോലെ നല്ലൊരു തണലും കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പാർക്ക് ചെയ്തിട്ട് ബിരിയാണി കഴിക്കാന്നുള്ള പുറപ്പാടിൽ നല്ലൊരു പ്ലേസ് തന്നെ നമുക്ക് കിട്ടി. ഒരു നല്ലൊരു പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലം, അത് റോഡ് സൈഡിൽ തന്നെയാണ്, ഓപ്പൺ ഏരിയ ആണ്. അങ്ങനെ എല്ലാവരും ഇരുന്നിലുള്ള ആ ബിരിയാണിയും കുശലാന്വേഷണവും ബിരിയാണി കഴിക്കലും ഒക്കെ ആയി നമ്മൾ ആ ഒരു ഈദാഘോഷത്തിൻ്റെ ഭക്ഷണം നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ നല്ലൊരു വൈബോട് കൂടി കഴിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമുക്ക് തണൽ തന്ന ഒരു മരമാണ് കുറച്ച് മുന്നിൽ കാണുന്നത്, കാണുന്നില്ലേ? പച്ചപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ആ ഒരു സ്ഥലം നല്ല ക്ലീനാക്കിയേ. നമ്മൾ ഒരു കച്ചറ പോലും അവിടെ ഇല്ല. നേരെ ആ വേസ്റ്റൊക്കെ എടുത്ത് ഒരു പാക്കിലാക്കി നമ്മൾ നേരെ നമ്മുടെ കാറിൻ്റെ അടുക്ക പോയി കാറിലെ ഡിക്കിയിലങ്ങ് ഇട്ടു. കാരണം വെച്ചാൽ എവിടെയെങ്കിലും വേസ്റ്റ് ബോക്സ് ഉണ്ടാകുമ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തള്ളാൻ എന്നുള്ള ലെവലിൽ. അങ്ങനെ ദുബായിലെ കൂട്ടുകാരന്മാരോടുള്ള നമ്മൾ വിട പറഞ്ഞ് നേരെ നമ്മൾ പോയത് കരാമേലേക്കാണ്. കരാമേൽ നമ്മളെ ലിവയിലുള്ള ടീമെല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കരാമേല് നമ്മൾ എത്തിപ്പെട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ചായയെല്ലാം കുടിച്ച് അടുത്ത ഒരു പായസക്കടയിൽ കയറി നോക്കുമ്പോൾ അരവണ പായസം അടക്കം അവിടെ പാക്കാക്കി വെച്ചിരുന്ന് കണ്ടത്. അമ്പലപ്പുഴ പായസം ഒക്കെ ഉണ്ട്. ഒരു പായസക്കടയാണത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനാണ്. ഡിന്നർ കഴിക്കാൻ ഇബൻ ബത്തുത്ത മാളിൽ നമ്മളെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. KFCയും അതുപോലെ തന്നെ ഇഡ്ഡലിയും നെയ് റോസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തതരമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഡിന്നർ. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ നേരെ ലിവയിലേക്കുള്ള യാത്രയാണ്. ഈദാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലിവയിലേക്കുള്ള യാത്ര.